നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സിന്ധു, നമ്മളെങ്ങനെ ഈ കാഴ്ചകൾ കാണുന്നത്? കണ്ണുകൾ കൊണ്ട്. ഉറപ്പാണോ അത്? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് റിസീവ് ചെയ്യാനുള്ള, അതായത് സ്വീകരിക്കാനുള്ള ഒരു ഉപകരണമാണ്, അഥവാ അവയവമാണ്. എന്നിട്ട് ആ ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് നമ്മുടെ റെറ്റിനയിൽ ചെന്ന് വീഴുന്നു. അവിടുന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകുന്നു. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒപ്റ്റിക് നെർവിൽ കൂടെ നമ്മുടെ കണ്ണിൻ്റെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അവിടുന്ന് പിന്നെ തലച്ചോറിൻ്റെ പുറകുവശത്തുള്ള ആ വിഷ്വൽ കോർട്ടെക്സിൽ ചെന്ന് പതിക്കുന്നു. അതിന് ശേഷമാണ് നമ്മളത് മര്യാദയ്ക്ക് കാണുന്നത്. ആ പ്രോസസ്സിങ് നടന്നതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് കണ്ണൊരു സെൻസറാണ്. പക്ഷെ നമ്മൾ അത് കാണുന്നത് പ്രോസസ്സിങ് യൂണിറ്റിലാണ്, അത് ബ്രെയിനിലാണ്. അപ്പോൾ ബ്രെയിനാണ് തീരുമാനിക്കുന്നത് ഇതൊരു മുഖമാണോ, ഇതൊരു വസ്തുവാണോ, ഇതൊരു മൂവ്മെൻ്റ് ആണോ, നിറമാണോ, ഡേഞ്ചറാണോ, ഇതൊരു സൗന്ദര്യമാണോ, ലൈക്ക് ദാറ്റ്. അപ്പം ഇത് നമ്മുടെ ചില അസുഖങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇൻസൈറ്റാണ്. ഉദാഹരണം, ഇപ്പോൾ ഈ ആൻഡൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ഈ വിഷ്വൽ കോർട്ടെക്സിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് സൈഡിലും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ കണ്ണുകൾ നോർമൽ ആണെങ്കിലും കാണാൻ പറ്റില്ല. രണ്ടാമതൊരു അവസ്ഥയാണ് വിഷ്വൽ അഗ്നോസിയ. വിഷ്വൽ അഗ്നോസിയയിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ സ്ട്രോക്ക് കൊണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ നോർമൽ ആണെങ്കിലും അവർക്ക് കാണുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് നമ്മുടെ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളിൽ നമ്മൾ ഉറങ്ങുകയായിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് കാണാൻ. നാലാമത്തെ ഒരു കണ്ടീഷനാണ് ഹലൂസിനേഷൻസ്. ഹലൂസിനേഷനിൽ ലൈറ്റ് തന്നെ വേണമെന്നില്ല, നമ്മൾ അല്ലാതെ തന്നെ കാണും. വിൽ സി വിത്തൗട്ട് എനി സ്റ്റിമുലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്? തലച്ചോറാണ് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. അതുകൊണ്ട് നമ്മൾ കണ്ണിനെ പോലെ തലച്ചോറിനെ സംരക്ഷിക്കണം. നന്ദി.